ഹലോ, നിങ്ങൾ ഭയങ്കര മാജിക്കൊന്നും പ്രതീക്ഷിക്കരുത്. സോ മാജിക് എന്ന് പറയുന്നൊരു സാധനം ജസ്റ്റ് സിമ്പിൾ ട്രിക്സ് ആണ്. ഓക്കെ, സോ പറഞ്ഞതുപോലെ മുതുകാടും അതൊന്നുമല്ല. ഞാൻ മാജിക് അല്ലെങ്കിൽ ജസ്റ്റ് മാജിക് എന്ന് ഞാൻ പറയുന്നില്ല, ഓബ്ജക്ട് ലെസൺസ്, കുറച്ച് ഓബ്ജക്ട്സ് ത്രൂ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ ചോദിച്ചു, പഴം കൊണ്ടുവന്നിട്ട് പഴം പ്രത്യക്ഷമാക്കുന്നതാണോ, ഈ മണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട് മണ്ണൊക്കെ പ്രത്യക്ഷമാക്കാൻ? വളരെ എളുപ്പം അല്ലേ? നമുക്ക് അങ്ങനത്തെ ഒന്നും നോക്കിയാലോ. പഴം കൊണ്ടുവന്നിട്ടില്ല, സോറി. സോ ഞാൻ നമ്മൾ ഇന്നലെ മുതൽ ഈ സമയം വരെ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടു അല്ലേ? എങ്ങനെയാ ഓരോരുത്തരുടെ ലൈഫിൽ യേശു അവരുടെ ലൈഫിൽ വന്നൊരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ നിങ്ങൾ കേട്ടായിരുന്നു. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഔട്ട്ഡോർ ലെസൺസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നല്ല ക്ലാപ്പ് തരണേ. ഇപ്പോൾ അല്ല, മാജിക് ചെയ്യുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നല്ല ക്ലാപ്പ് തരണം. ഓക്കെ, റെഡിയാണോ? ഓക്കെ, നമ്മള് ഇവിടെ എല്ലാം ഫുട്ബോൾ പ്ലേയേഴ്സ് അല്ലേ? ഫുട്ബോൾ പ്ലേയേഴ്സ് എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട്. നമ്മുടെ മാച്ചസ് ഒക്കെ കണ്ടായിരുന്നു. ഓക്കെ, എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട്. നമ്മളുടെ ലൈഫിൽ നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കും, എന്താ പറയാ, ഇനീഷ്യൽ ലെവലിൽ നമ്മൾ ഭയങ്കര വലിയ പ്ലേയേഴ്സ് ആയിട്ടാണോ നമ്മൾ ഇറങ്ങിയത്? അല്ല. നമ്മുടെ ഗ്രൗണ്ടിലേക്ക് നമ്മൾ ബസ് ഇറങ്ങിയ ഭയങ്കര പ്ലേയേഴ്സ് ആയിട്ടാണോ? അല്ല. ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തട്ടാൻ അറിയത്തില്ല അല്ലേ? പതിയെ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. ഈവൻ നമ്മളിവിടെ നമ്മുടെ മാച്ചസ് കണ്ട സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നല്ലതായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ കളിക്കുന്ന കുറേ പ്ലേയേഴ്സ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും, എനിക്കും അതേപോലെ ഒന്ന് കളിച്ചാൽ കൊള്ളാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഇന്നലെ ആട്ടുചായനോട് എന്ത് ചെയ്തു? ജഗിൾ ചെയ്തു. ഓക്കെ, എനിക്കും അതേപോലെ കുറച്ച് ആളുകളുടെ മുമ്പിൽ നിന്ന് ജഗിൾ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നേരത്തെ പറഞ്ഞത് പ്രാക്ടീസ് എന്ത് ചെയ്യണം? മേക്സ് പെർഫെക്റ്റ് അല്ലേ? പ്രാക്ടീസ് നമ്മൾ ചെയ്യണം. പക്ഷേ എന്ത് പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതാണ്ടോ, ഇത് ജസ്റ്റ് ഒരു റോപ്പാണ് അല്ലെ? നമ്മൾ ഈ റോപ്പ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? എന്തിനാണ് ഈ റോപ്പ് യൂസ് ചെയ്യുന്നത്? നമ്മൾ വീടുകളിൽ കെട്ടാൻ വേണ്ടി അല്ലെ? അയ കെട്ടാനൊക്കെ നമ്മൾ റോപ്പ് യൂസ് ചെയ്യും. എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ കെട്ടെങ്കിൽ, സാക്കൊക്കെ കെട്ടുന്നെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റോപ്പാണ്. ഈ റോപ്പ് ഇതേപോലെ നമ്മുടെ ലൈഫ്. ഓക്കെ, സോ നമ്മുടെ ലൈഫിലും നമ്മൾ ചില സമയത്ത് നമ്മൾ സ്റ്റേബിൾ ആയിട്ട് നിൽക്കണമെന്ന് തോന്നും അല്ലെ? നമുക്ക് സ്റ്റേബിൾ ആയിട്ട് നിൽക്കണം. പക്ഷേ എനിക്ക് സ്റ്റേബിൾ ആകാൻ പറ്റുന്നില്ല. ഞാൻ എത്ര ട്രൈ ചെയ്താലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറയുക, ഈ റോപ്പ് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? സ്റ്റേബിൾ ആയിട്ട് നിൽക്കണം, നേരെ നിൽക്കണം. ഇനി ഞാൻ പറയുക, നടക്കുമല്ലേ? ഇല്ല. കാരണം എന്താ? റോപ്പിന്റെ പേർപ്പസ് അതല്ല. ഓക്കെ, ഞാൻ പറയാം, നടക്കണം. എന്റെ ലൈഫ് ഇതുപോലെ, എന്റെ ലൈഫ് സ്റ്റേബിൾ ആവണം, ഇത്ര പറഞ്ഞിട്ടുണ്ട് കാര്യമില്ല. പക്ഷെ നമ്മളിത് കേട്ടതുപോലെ നിങ്ങളുടെ ലൈഫ് സെക്യൂർ ആകണമെങ്കിൽ, നിങ്ങളുടെ ലൈഫ് ഒരു അമേസിംഗ് ലൈഫാണെന്ന് ആളുകൾ പറയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വ്യക്തിപരമായ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ആര് വേണം? ദൈവം വേണം. യേശു നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനൊരു ചേഞ്ച് വരും. ആളുകൾ ചിലപ്പോൾ പറയും, നിന്നെ കൊണ്ട് ഒരു ഗുണവും ഇല്ല. കേട്ടിട്ടില്ല? ഞാനൊക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ ടെസ്റ്റിമണി പറഞ്ഞ സമയം കളയുന്നില്ല. ഓക്കെ, സോ ഒരു ഗുണവും ഇല്ലെന്ന് പറയും. പക്ഷെ എന്താണോ നമ്മുടെ ലൈഫ് കൊടുക്കണേ, പക്ഷെ ലൈഫ് കൊടുക്കാത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എങ്ങനെ പിടിച്ചാലും ഇത് താഴേക്ക് പോകും. പക്ഷെ എന്താണോ നമ്മുടെ ലൈഫ് നമ്മൾ ദൈവത്തിന്റെ കൈ കൊടുത്ത് ദൈവത്തിനോട് പറയാം, കർത്താവേ, എന്റെ ലൈഫ് അങ്ങ് സ്റ്റേബിൾ ആക്കണം, എന്റെ ലൈഫ് അങ്ങ് സെക്യൂർ ആക്കണം. എനിക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്റെ ലൈഫ് അങ്ങയുടെ കയ്യിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിന്റെ കൈ കൊടുത്തു കഴിയുമ്പോൾ ഇതെന്തെയും സ്റ്റേബിൾ ആണ്. ഇഷ്ടപ്പെട്ട അല്ല, ദൈവത്തിന്റെ കൈ കൊടുത്താലേ ദൈവം സെക്യൂർ ആകും. മനസ്സിലായോ? ഇഷ്ടപ്പെട്ടോ? നല്ല കേൾക്കുക. മനസ്സിലാക്കണ്ടോ? ഓക്കെ, ഇതെന്തുവാ? ചെടിച്ചട്ടി അല്ലേ? നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ടാവും ചെടിച്ചട്ടി എന്ന് പറഞ്ഞ സാധനം. ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇതേപോലത്തെ സാധനം ചുമ്മാ കൊണ്ട് വെക്കും? ഇല്ല. എന്തുകൊണ്ടാ? ഒരു കാണാൻ ഭംഗിയില്ല, ചുമ്മാ കൊണ്ട് അതുകൊണ്ട് മെസ്പുറത്ത് വെക്കത്തില്ല. എപ്പോഴും ഒരു ഫ്ലവർ ഒക്കെ വന്ന് നല്ല സെറ്റായിട്ടിരിക്കുന്ന സാധനം നമ്മൾ വെക്കും. ഇതേപോലെ നമ്മുടെ ലൈഫ് ചില സമയം നമ്മുടെ ലൈഫ് എംപ്റ്റിയാണ്. ഓക്കെ, പക്ഷെ എംപ്റ്റി ആയിട്ടിരിക്കുന്ന നമ്മുടെ ലൈഫ് എന്താ പറയുക? നമ്മൾ പറയും, എന്റെ ദൈവം അന്ന് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കാം. ഓക്കെ, ഇത് ദൈവമല്ല, ഇത് ദൈവമാണ്, സങ്കല്പിക്കുക. അപ്പോൾ ഞാൻ പറയും, ഞാനും എൻ്റെ ദൈവവും തമ്മിൽ എപ്പോഴും ഭയങ്കര ക്ലോസ് കണക്ഷൻ ഉണ്ട്.
ദൈവമായിട്ട് ഞാൻ കണക്റ്റഡ് എന്ന് പറഞ്ഞ പക്ഷേ ഇങ്ങനെ ദൈവത്തിന് എടുത്തു പോകത്തില്ല. ദൈവത്തിന് എനിക്ക് അറിയാമോ, ദൈവത്തിന് എല്ലാം അറിയാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എടുക്കും. പക്ഷേ എന്നാണോ നമ്മുടെ ലൈഫ് ദൈവത്തിന്റെ കയ്യിൽ നമ്മൾ കൊടുക്കുന്നത്, ആ സമയത്ത് നമ്മുടെ ലൈഫിൽ എന്ത് വരും? ഒരു ചേഞ്ച് വരും. ചേഞ്ച് പറഞ്ഞ കാണണോ? ഓക്കെ. സോ നമ്മുടെ ലൈഫിൽ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് നമ്മുടെ ലൈഫ് എന്ത് ചെയ്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ കൈ കൊടുത്തിട്ട് പറയാം, ദൈവമേ എന്റെ ലൈഫിൽ ഒരു ചേഞ്ച് വരണം എന്ന് പറയാം. നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ ടോട്ടൽ ചേഞ്ചസ് വരും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നെങ്കിൽ ദൈവം നമ്മുടെ ലൈഫിൽ വന്നു. എൻ്റെ ഒരു ചെറിയ ടെസ്റ്റിമണി പറയാം. ഞാൻ ഭയങ്കര പഠിപ്പിസ്റ്റൊന്നും അല്ലായിരുന്നു, ഭയങ്കര വീക്ക് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഇന്ന് SSLC എക്സാമിൻ്റെ റിസൾട്ട് ഇന്നലെ ഓക്കെ, എക്സൽ റിസൾട്ട് വന്നു. കുറേ കുഞ്ഞുങ്ങളൊക്കെ ജയിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ SSLC എഴുതിയ സമയത്ത് നമുക്കറിയാം, SSLC മെയിൻ എക്സാമിന് ഒരു മോഡൽ എക്സാം ഉണ്ടല്ലേ. ഈ മോഡൽ എക്സാം ഞാൻ എഴുതി 10 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ എത്രണ്ണത്തിന് പൊട്ടിയെന്ന് അറിയാമോ? 8 എണ്ണത്തിന് പൊട്ടി. 8 എണ്ണത്തിന് മോഡൽ എക്സാം പൊട്ടി. 2 സബ്ജക്റ്റ് എങ്ങനെയോ ജയിച്ചു. എനിക്കും അറിയത്തില്ല, ടീച്ചേഴ്സിനും അറിയത്തില്ല. എങ്ങനെയോ മാർക്കറ്റ് തെറ്റിപ്പോയായിരിക്കും, അങ്ങനെ ജയിച്ചു. പക്ഷെ മോഡൽ കഴിഞ്ഞപ്പോൾ ഈ പ്രിൻസിപ്പളും ടീച്ചേഴ്സൊക്കെ ഭയങ്കര സീനാക്കി. ഈ നമ്മൾ 100% എന്ന് പറഞ്ഞ ഫ്ലെക്സ് ഒക്കെ വെക്കൂലേ സ്കൂളുകൾ. ഇവൻ ഞങ്ങളുടെ 100% കൊണ്ട് കളയും, പഠിക്കുന്നില്ല. നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? നിങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടാവത്തില്ലേ? നീ നന്നായിട്ട് പഠിക്കുന്നില്ല, നീ നന്നായിട്ട് കളിക്കുന്നില്ല, നീ ഗ്രൗണ്ടിലേക്കൊന്നും വരണ്ട, നിന്നെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. എന്നോട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, ടീച്ചേഴ്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ലൈഫ്, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷൻ വരണം, എൻ്റെ ലൈഫിലൊരു രൂപാന്തരം വരണം. എനിക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങേക്ക് മാത്രമേ നടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പഠിച്ചു. മോഡൽ എക്സാം കഴിഞ്ഞ് മെയിൻ എക്സാമിന് അധികം നാളില്ല, ജസ്റ്റ് 1 month 2 months സംതിങ് എന്തോളൂ. എക്സാം വന്നു, മെയിൻ എക്സാം വന്നു. മെയിൻ എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ ജയിച്ചിട്ടുണ്ടാവോ? ജയിക്കും, റൈറ്റ്? അതാണ് ട്വിസ്റ്റ്. ജയിച്ചു. പക്ഷേ ഞാൻ ജസ്റ്റ് പാസ് അല്ലായിരുന്നു, 82% ഞാൻ പാസ്സായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം. എന്നോട് പ്രിൻസിപ്പൾ പറഞ്ഞവര് എന്റെ റിസൾട്ട് വന്നിട്ട് അവർ പറഞ്ഞു, സൂപ്പറാണ്. നമ്മൾ പറയല്ലേ, നമ്മൾ നടന്നൊക്കെ കഴിയുമ്പോൾ അവിടെ കൊണ്ട് നിർത്തിയില്ല. എന്റെ ലൈഫ് സബ്മിറ്റ് ചെയ്തപ്പോൾ അവിടെ നിർത്തിയില്ല. ഞാൻ കോളേജിൽ പോയി തിയോളജിക്കൽ ഡിഗ്രിയാണ് ചെയ്ത്. ഡിഗ്രിയും PGയും തിയോളജിക്കൽ ബേസിൽ ചെയ്ത്. അവിടെ എല്ലാ മാസവും ഞങ്ങൾക്ക് സ്കോർ പബ്ലിഷ് ചെയ്യും. എല്ലാ സ്റ്റുഡൻസും എൻ്റെ കോളേജ്, ഒരു ക്ലാസ് അല്ല, എൻ്റെ കോളേജിൽ മാർക്ക് പബ്ലിഷ് ചെയ്ത സമയത്ത് ഫ്രം ദ ബിഗിനിങ് ഞാൻ എന്നാണ് കോളേജിൽ ജോയിൻ ചെയ്ത് എൻ്റെ PG കംപ്ലീറ്റ് ചെയ്തു, ഡിഗ്രി PG കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഞാൻ കോളേജ് ടോപ്പറായിരുന്നു. ഓക്കെ, ഞാൻ പറയുന്നത് ഇറ്റ്സ് നോട്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്തൊന്നുമല്ല. ഞാൻ എന്നാണ് എൻ്റെ ലൈഫ് ദൈവത്തിന് കൊടുത്ത്. നിങ്ങളുടെ ലൈഫും നിങ്ങൾ ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ എൻ്റെ ലൈഫിനൊരു ചേഞ്ച് വരണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫിനൊരു ചേഞ്ച് വരും. ആളുകൾ കണ്ടിട്ട് പറയും, എടാ നീ ഇവിടെ നിന്ന് പോയതുപോലെയല്ല, നിനക്ക് എന്തോ ഒരു ചേഞ്ച് ഉണ്ട്. അത് എന്താ ഞങ്ങളോട് കൂടി ഒന്ന് പറഞ്ഞറിയാമോ? ജസ്റ്റ് ഒരു സംഭവം എന്ത് സാധനം അറിയാമോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒരു എഴുതി വെച്ചിട്ട് വായിക്കാവോ? Coloring book, right? Coloring book. Okay, coloring book നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതേപോലെ നമ്മുടെ ലൈഫ് ഈ കളറിംഗ് ബുക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണേ, എല്ലാവരും ഇവിടെ നോക്കണേ, ചില നാട്ടിലേക്ക് നോക്കണം, ഒറ്റോട്ടേ കാണിക്കത്തുള്ളൂ. ഓക്കെ, ഈ കളറിംഗ് ബുക്കാണ്. പക്ഷെ ഇതിനകത്ത് എന്തെങ്കിലും ഗുണമുണ്ടോ? കളറിംഗ് ബുക്ക് അതിനകത്ത് ഉണ്ടോ? എന്തോ അതിനകത്തുള്ളേ? എന്തോ ഉള്ളേ? പേജ് അല്ലേ, ജസ്റ്റ് വേക്കണ്ട തോന്നും. ഇതേപോലെ നമ്മുടെ ലൈഫ് ജസ്റ്റ് വേക്കണ്ട, ഒന്നും ഇല്ലാത്ത ആളുകൾ പറയും ഇതിനെ കൊണ്ട് ഗുണമില്ലാന്ന് പറയും. പക്ഷെ എന്നാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കുന്നത്, അന്നു മുതൽ ഇപ്പൊ ഇന്ന് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ദൈവത്തിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ മനസ്സിലാവും. ദൈവം നിങ്ങളുടെ ലൈഫിൽ എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അത് വരുന്നത്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ എന്തായിരുന്നു? കളർ ബുക്കാണ് കണ്ടേ, വേക്കന്റ് പേജസ് ആയിരുന്നു. പക്ഷേ നമ്മുടെ ലൈഫ് കൊടുത്തു കഴിയുമ്പോൾ എന്താ പറയുമോ? ട്രാൻസ്ഫോം. പക്ഷേ ഇത് ഓക്കെ ആണോ? എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ? എന്താ മിസ്സിംഗ് ഉള്ളേ? കളറിംഗ് ബുക്ക കളറില്ല. കളറിംഗ് ബുക്ക കളറില്ല. അപ്പൊ എന്ത് ചെയ്യണം? കളർ ചെയ്യണം. കളർ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ്
എഗെയിൻ കർത്താവേ എനിക്ക് മനസ്സിലായി എൻ്റെ ലൈഫിൽ അങ്ങ് സ്റ്റാർട്ടഡ് ടു ഡു സംതിങ്, എൻ്റെ ലൈഫിൽ എന്തൊക്കെയോ അങ്ങ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇത് പോരാ. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇരിക്കുന്ന ചിലർ നമുക്ക് എവിടെ കളിക്കാൻ പറ്റും? നാഷണൽ പ്ലേയേഴ്സ് ആയിട്ട് എനിക്ക് പല പല മേഖലകളിൽ നമുക്ക് കളിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിരുന്നു എൻ്റെ ലൈഫിന് ട്രാൻസ്ഫോർമേഷൻ വേണം. ഇത്രയും ട്രാൻസ്ഫോർമേഷൻ എൻ്റെ ലൈഫിൽ വന്നാൽ പോരാ, ബട്ട് എ ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ എൻ്റെ ലൈഫിൽ വരണമെന്ന് നിങ്ങൾ പറഞ്ഞ് ദൈവത്തിനടുത്തേക്ക് വരുമ്പോൾ പറഞ്ഞല്ലേ എം ടി എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ടോട്ടലി കളേർഡ്. ഇഷ്ടപ്പെട്ടോ? ഇത് ജസ്റ്റ് ഒരു ബാഗാ. എനിക്ക് ബാഗ് കാണാൻ പറ്റില്ല. എനിക്കൊരു 3 പേര് വരാമോ? അപ്പോൾ 3 പേര്. ഈ ബാഗിനകത്ത് ചില സാധനങ്ങളുണ്ട്. ഓക്കെ, നിങ്ങൾ ഫുട്ബോൾ കളിക്കുന്നു. ഫുട്ബോൾ കളിക്കുമ്പോൾ പല 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 എന്താ പറയുന്നത് പൊസിഷനിൽ കളിക്കുന്ന ആളുകളുണ്ടാവും. എനിക്ക് ഫുട്ബോളിനെ കിട്ടി ആധികാരികമായിട്ട് വെളിപ്പെടുത്തൊന്നുമില്ല. ഗോളി ഉണ്ടാവും, ഡിഫൻഡർ ഉണ്ടാവും, പിന്നെ സ്ട്രൈക്കർ ഉണ്ടാവും, മിഡ്ഫീൽഡർ ഉണ്ടാവും, അങ്ങനെ ഓരോ സംഭവങ്ങൾ. നമ്മളെല്ലാം ഭയങ്കര ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് പറ്റും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഇതേപോലെ സംടൈംസ് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, പക്ഷേ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വരത്തില്ല. നമുക്കുള്ള കളി കാണുമ്പോൾ ചിലപ്പോൾ നന്നായിട്ട് കളിക്കുന്നവരുണ്ടാവും, നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നവരുണ്ടാവും, നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും, പക്ഷേ എല്ലാം പ്രോപ്പർ ആവുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എപ്പോഴാണോ ദൈവത്തിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഇമാജിൻ നിങ്ങൾ ഓരോരുത്തരും ഓരോ എന്താ പറയുന്നത് സ്ട്രൈക്കറും ഡിഫൻഡറും ഗോളും ഒക്കെ അറിയാം. ഓക്കെ, ഞാൻ എല്ലാവരും സാധിക്കപ്പെട്ടായിരുന്നു. ഓക്കെ, 3 കളേഴ്സ് ഉണ്ട് അല്ലേ? എത്ര കളറുണ്ട്? 3 കളേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ റെഡ് നമ്മുടെ ഹാർട്ടിന്റെ കളർ എന്തുവാ? ഹാർട്ടിന്റെ കളർ റെഡ് അല്ലേ? നമ്മളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹൃദയവും ദൈവവുമായിട്ട് നമ്മൾ കണക്ട് ആകുമ്പോൾ നമ്മുടെ ലൈഫിൽ ദൈവം ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. ഓക്കെ, ജസ്റ്റ് ഞാൻ ട്രാൻസ്ഫോർമേഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞാലും ഇത് എന്താ പറയുക കൂടോത്രോ അല്ലെങ്കിൽ മറ്റു സംഭവങ്ങളല്ല, ജസ്റ്റ് ട്രിക്സ് മാത്രം. ഓക്കെ, ഇപ്പോ ഞാൻ ഈ എടുത്ത ഈ സാധനം അല്ലെങ്കിൽ ഓക്കെ ഇതിട്ടിട്ട് പറയാം എനിക്ക് എൻ്റെ ലൈഫിൽ ബെസ്റ്റ് ആണ്. പക്ഷെ ഒരേ ഒരു കാര്യമുള്ളൂ, ദൈവമായിട്ട് അടുപ്പം വേണം, ദൈവമായിട്ട് പ്രാർത്ഥന. നമ്മുടെ ഹൃദയവും ദൈവത്തിന്റെ ഹൃദയം കൂടി കണക്റ്റഡ് ആണ്. ഓക്കെ, ഈ സാധനം ഉണ്ടാവും. ഇത് നമ്മൾ ഇട്ടു, നമ്മുടെ ദൈവമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയി. പക്ഷെ കണക്ട് ആയി നേരത്തെ കളറായിട്ട് വൈറ്റ് കളർ ട്രാൻസ്ഫോർമേഷൻ വരുമോ? വരോ? വരോ? നമ്മുടെ ലൈഫില് ഇതേപോലെ എനിക്ക് ഈ സാധനം കാണുമ്പോൾ മനസ്സിലാക്കുന്നത് എങ്ങനെ ചെയ്യണമെന്ന് അല്ലേ? അതുകൊണ്ട് അവിടെ പറയണേ അല്ലാതെ ഇതിന് വേറെ സാധനം ഉണ്ട്. ഓഫ്കോഴ്സ് എടുക്കാം. നേരത്തെ പറഞ്ഞത് ജസ്റ്റ് ഇത് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് ഇത് നമ്മൾ ഇട്ടു. ഓക്കെ, ഇതെന്ന് പറയുന്നത് യെല്ലോ എന്ന് പറയുന്നത് ലൈറ്റിന്റെ കളർ, സൂര്യന്റെ കളറൊക്കെ നമുക്കറിയാം. ടെലിവിഷൻ നമ്മൾ കൊടുക്കണം. ഓക്കെ, നമ്മുടെ ലൈഫിന് ഒരു അപ്ലിഫ്റ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ ദൈവമായിട്ട് അടുത്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ദൈവമായിട്ട് അടുത്ത പോലെ അടുത്ത് കഴിഞ്ഞാൽ ദൈവം നമ്മൾ എന്ത് ചെയ്യും? മറ്റൊരു തലത്തിലേക്ക് മാറ്റും. ചിലപ്പോൾ നമ്മളിപ്പോൾ കളിക്കുന്നത് നമ്മുടെ നാട്ടിലെ ടൂർണമെന്റ് മാത്രമായിരിക്കാം, പക്ഷേ ദൈവമായിട്ട് അടുത്ത് കഴിയുമ്പോൾ ദൈവം നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് മാറ്റും. ഓക്കെ, ഓക്കെ, ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്റെ സംഭവിക്കണമെന്ന് അറിയാമോ? ദൈവം നമ്മൾ അതിനും ഒരു
ഇല്ല. There should be a unity, right? ഒരു ഐക്യത നിങ്ങൾ തമ്മിൽ വേണം. ഓക്കെ, ഐക്യത എങ്ങനെയാണെന്നറിയാമോ? ഇപ്പൊ നമ്മൾ ഈ ഒരു കളർ നമ്മൾ ഇട്ടോ, ഈ ഒരു കളർ നമ്മൾ ഇട്ടോ, ഈ ഒരു കളർ നമ്മൾ ഇട്ടു. എന്നിട്ട് പറയാ കർത്താവേ ഇതൊന്നും പോരാ, നിങ്ങൾ കളിക്കണോ? ഞങ്ങൾ തമ്മിൽ ഒരു ഐക്യത വേണം. നിങ്ങൾ എപ്പോഴും സ്പോർട്സ് മാച്ച് എന്ന് പറഞ്ഞാൽ ടീമായിട്ട് കളിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ എന്ത് വേണം? ഒരു ഐക്യത വേണം. അങ്ങനെ പറഞ്ഞ് ദൈവത്തിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യും? നിങ്ങൾ സമർപ്പിച്ചേക്ക് എന്ത് പറ്റും? സെറ്റായില്ല, ഒളിഞ്ഞു പോയി എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ when we submit our life to God, നമ്മുടെ ലൈഫ് എന്നാണോ ദൈവത്തിന്റെ കയ്യിൽ സമർപ്പിക്കുന്നത് എന്ത് പറ്റുമെന്നറിയാവോ? ഒരൊറ്റ ഫൈനൽ പ്രിൻസിപ്പാസ് എന്ന് സംസാരിച്ചു അല്ലേ? നമ്മൾ ആദ്യത്തെ ദിവസം കൂടി കേൾക്കുക. ആദ്യത്തെ ദിവസം ആരെ പറ്റിയാ കേട്ടെ? ആരെ പറ്റിയാ? ദൈവത്തെ പറ്റി കേട്ടു. രണ്ടാമത്തെ മനുഷ്യൻ, പിന്നെ പാപം, പിന്നെ രക്ഷ. റൈറ്റ്? ഓക്കെ, മോനെ വരാമോ? കേട്ടില്ല. ഓക്കെ, ഇതിനകത്ത് ഇതെന്ത് കളറാ? റെഡ് കളർ. ഉണ്ടോ? ഉറപ്പാണോ? ഇല്ല. സോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയാവോ? എന്താ നമ്മൾ പഠിച്ചത്? മനുഷ്യൻ എന്ത് ചെയ്തു? പാപം ചെയ്തു. നമ്മളെല്ലാവരും പാപം ചെയ്യാറുണ്ടല്ലേ? പാപം എന്ന് പറയുന്നത് ബാങ്ക് അടിക്കുന്നത് മാത്രമല്ല പാപം. നമ്മൾ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും പറയുന്നതും എല്ലാം പാപം. ഇങ്ങനെ മനുഷ്യൻ പാപം ചെയ്തു, ദൈവവുമായിട്ടുള്ള ബന്ധം അകന്നുപോയി. ഈ ബ്ലാക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്, നമ്മൾ ബ്ലാക്ക് കണ്ടിട്ടുണ്ടാവും. എന്താണ്? മരിച്ച വീട്ടിലേക്ക് കണ്ടിട്ടുണ്ടോ അല്ലേ? പാപത്തിന്റെ ശമ്പളം മരണം. ഓക്കെ, പാപത്തിന്റെ ശമ്പളം എന്ന് പറയുന്നത് മരണം. അപ്പോ ഈ മരിക്കേണ്ട മനുഷ്യൻ പാപം ചെയ്തല്ലോ. ഈ മനുഷ്യൻ മരിക്കേണ്ട സ്ഥാനത്ത് ഇതിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി ആര് വന്നറിയാവോ? ആര് വന്നു? യേശു വന്നു. ഓക്കെ, സോ ഇതിനകത്ത് എന്താ ഞാൻ ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് ഞാൻ തന്നെ ഓക്കെ. മനുഷ്യൻ ഇതേപോലെ അവർ പാപം ചെയ്ത് പാപത്തിന് ഇങ്ങനെ ആദ്യം. ഓക്കെ, എനിക്കൊരു ഡിഫറൻസ് എന്റെ ലൈഫിലില്ല. പക്ഷേ ഇത് മാറ്റാൻ വേണ്ടി ആരും വന്നെന്നറിയാവോ? യേശു ഭൂമിയിലേക്ക് വന്നു. യേശു ഭൂമിയിലേക്ക് വന്നത് എന്തിനാണെന്നറിയാവോ? എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായിട്ട് ക്രൂശിന്മേൽ എന്ത് ചെയ്തെന്നറിയാവോ? നമുക്ക് വേണ്ടി മരിച്ചു ഇല്ലേ? ഈ റെഡ് കളർ റെപ്രസെന്റ്സ് യേശുവിന്റെ രക്തം. ഓക്കെ, ഇതിന്റെ പേര് മനുഷ്യൻ എന്ത് ചെയ്തു? പാപം ചെയ്തു. മനുഷ്യൻ പാപം ചെയ്തു. നമ്മൾ എന്ത് കളറായിട്ട്? ബ്ലാക്ക്. ആ മനുഷ്യൻ പാപം ചെയ്തു. ആ മനുഷ്യൻ എന്താണോ യേശുവിൽ വിശ്വസിക്കുന്നത്? ഓക്കെ, എന്റെ ലൈഫിൽ യേശുവിൽ വിശ്വസിച്ചപ്പോൾ എന്റെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നു. ഇന്ന് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്നലെയും ഇന്ന് നിങ്ങൾ കുറെ കാര്യങ്ങൾ കേട്ടു. നിങ്ങൾ ഇന്ന് മുതൽ യേശുവിൽ വിശ്വസിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഒരു ട്രാൻസ്ഫോർമേഷൻ വരും. കാണണോ? എങ്ങനെയാ വരുന്നത്? കാണണോ? ഓക്കെ, നേരത്തെ കളഞ്ഞതല്ലോ. കേട്ടില്ല? നമുക്ക് ആ ബ്ലാക്ക് ഇതാ നമ്മുടെ ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ലൈഫ് ദൈവത്തിന്റെ കൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാപം, ക്രിസ്മസ് പറഞ്ഞല്ലേ, നമ്മുടെ പാപം എത്ര കടിച്ചുവപ്പായിരുന്നാലും ദൈവം ഹിമം പോലെ വെളുപ്പിക്കും. ഞാനൊരു പാപിയ, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, യേശുവിൽ വിശ്വസിച്ചാൽ മതി. നിങ്ങളെ ഒരു പ്യുവർ മാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ദൈവം മാറ്റും. ദൈവം നിങ്ങളെവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറായിട്ട്. താങ്ക് യു. Thank you so much.